guys, welcome back to NKL EDITS. So guys, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ഡബിൾ ഫ്ലിപ്പ് ട്രാൻസിഷൻ എങ്ങനെ അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കിഡിലൻ ട്രാൻസിഷൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദെൻ നമ്മൾ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വരിക. ഇതിൽ രണ്ട് ഫോട്ടോസ് വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു രണ്ട് ലെയർ സെലക്ട് ചെയ്ത് ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക. ദെൻ ഗ്രൂപ്പ് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സ്കെയിൽ ടൂളിൽ വന്ന് നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ടത് ആ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു സൈസാണ് സെറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഈ ഒരു 3 ഡോട്ടിൽ വന്ന് അൺഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ അൺഗ്രൂപ്പ് ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റത്തെ ലെയർ, അതിനു മുമ്പ് ഇതേപോലെ ഫസ്റ്റ് സെൻറ്ററിൽ അതേപോലെ എൻഡിൽ ഇതേപോലെ 3 ബീറ്റ് മാർക്ക് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക, ഫ്ലിപ്പ് ലെയർ ആഡ് ചെയ്യുക. ഫ്ലിപ്പ് ലെയറിൽ ഫസ്റ്റത്തെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോകുക, അതിൻ്റെ വാല്യൂ 0. ദെൻ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ 180 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 180 ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്കിതിൽ കൂടുതൽ ഫ്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മളിത് 180 ആക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ ആ ഒരു കീ ഫ്രെയിം എൻഡിലായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ നടുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഫസ്റ്റത്തെ അതിൻ്റെ സെൻട്രലായി വന്ന് ഈ ഒരു കർവ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ട് ഈ ഒരു കർവ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെയായി വന്ന് ഈ ഒരു കർവും നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ദെൻ ബാക്ക് വരിക. അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ദെൻ ആഡ് എഫക്ട്സിൽ വരിക, ബ്ലറിൽ വരിക, മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു 2 എഫക്ട്സ് മാത്രമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ ഒരു 2 എഫക്ട്സും കോപ്പി ചെയ്യുക. അടുത്ത ലേയേഴ്സിലായിട്ട് വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ദെൻ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് വരിക. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ഇതേപോലെ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എൻഡിലൊരു കീ ഫ്രെയിം അത് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ സെൻറ്ററിലെ കീ ഫ്രെയിം വന്ന് ഓക്കെ ഇതേപോലെ ഫ്രണ്ടിലെ ഫോട്ടോ ആണെങ്കിൽ ഫ്രണ്ടിലേക്ക് കുറച്ചൊന്ന് മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ദെൻ നമ്മളിതിൽ ഒരു കർവ് ആഡ് ചെയ്യണം. നേരത്തെ ചെയ്ത സെയിം കർവ് ഇവിടെ ഈ ഒരു കർവ് ആഡ് ചെയ്യുക. ദെൻ ഇവിടെയായി വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ സെയിം മെത്തേഡിൽ രണ്ടാമത്തേലും ചെയ്യുക. ഇവിടെ ഒരു കീ ഫ്രെയിം അത് ഫസ്റ്റിലേക്ക്, ദെൻ ഒരു കീ ഫ്രെയിം അത് ലാസ്റ്റിലേക്ക്, ദെൻ സെൻറ്ററിലായിട്ടൊരു കീ ഫ്രെയിം അത് ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് വരേണ്ടത് ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഇവിടെയും വന്നിട്ട് സെയിം ആ ഒരു കർവ്, ഫസ്റ്റ് ഈ ഒരു കർവാണ്, ഫസ്റ്റ് ഈ ഒരു കർവ്, ദെൻ നമ്മൾ മെയിൻസ് നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ്. അപ്പോൾ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുക. ദെൻ നമ്മളത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫ്ലിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നത് കേട്ടു, അതായത് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് ഇത് ചെയ്യുന്നത് കണ്ടിട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറേ ആൾ ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.